ലോക്കൽ തെരഞ്ഞെടുപ്പുകൾ നീട്ടിവെച്ച് പിടിച്ചു നിൽക്കാനുള്ള സ്റ്റാർമർ സർക്കാരിന്റെ ശ്രമവും പാളി. മെയ് 7-ന് തന്നെ തിരഞ്ഞെടുപ്പ് നടക്കും. മെയ് മാസത്തിൽ നടക്കേണ്ട ലോക്കൽ തിരഞ്ഞെടുപ്പുകൾ നീട്ടിവെക്കുകയായിരുന്നു സ്റ്റാർമറുടെ പദ്ധതി. എന്നാൽ നിഖിൽ ഫരാഗിന്റെ നേതൃത്വത്തിൽ നിയമപരമായി വെല്ലുവിളി ഉയർന്നതോടെ സ്റ്റാർമർ പിന്മാറുകയായിരുന്നു. ഇത് പ്രധാനമന്ത്രി ഓഫീസിന്റെ 14ാമത്തെ യു-ടേൺ ആണ്. 30 ലോക്കൽ കൗൺസിലുകളിൽ നടക്കേണ്ട തിരഞ്ഞെടുപ്പുമായി മുന്നോട്ടു പോകുമെന്നാണ് ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നത്. യു-ടേൺ എടുക്കുന്നതിന് 2 മണിക്കൂർ മുൻപാണ് നയങ്ങൾ റിഹേഴ്സ് ചെയ്യുന്ന പരിപാടി ഇനി ഉണ്ടാകില്ലെന്ന് സ്റ്റാർമർ അവകാശപ്പെട്ടത്. ഇതോടെ മെയ് 7-ന് നടക്കേണ്ട തിരഞ്ഞെടുപ്പിന് തിരക്കിട്ട ഒരുക്കം നടത്തേണ്ട ഗതികേടിലാണ് ടൗൺ ഹാളുകൾ. റിഫോം പാർട്ടിയുടെ ലീഗൽ ഫീസും നൽകാമെന്ന് ഗവൺമെന്റ് സമ്മതിച്ചു. തിരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നത് കോടതികളിൽ നിന്ന് തിരിച്ചടി നേരിടുമെന്ന് മനസ്സിലായതോടെയാണ് 1 ലക്ഷം പൗണ്ട് ഫീസും നൽകുന്നത്. ലോക്കൽ തിരഞ്ഞെടുപ്പുമായി മുന്നോട്ടു പോകുന്നത് ലേബറിന് മാത്രമല്ല കൺസർവേറ്റീവുകൾക്കും മോശം വാർത്തയാണ്. സർവേകളിൽ 100 കണക്കിന് സീറ്റുകൾ റിഫോം സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറും എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കമ്മ്യൂണിസ്റ്റ് സെക്രട്ടറി സ്റ്റീവ് റീഡ് രാജിവെക്കണമെന്ന് ഫറാഗ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.